ഒരു 7 കോടി ആളുകളാണ് നേരിട്ട് യുദ്ധത്തിൽ മരിച്ചത്. യുക്രൈനിൽ യുദ്ധം നടക്കുന്നു, അതുപോലെ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഇന്ത്യയും ഒരു യുദ്ധത്തിൻ്റെയൊക്കെ നിഴലിലായിരുന്നു. അപ്പം യുദ്ധം ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെങ്കിലും ഇപ്പോഴും കർത്താവിൻ്റെ വരവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിലെ നമുക്ക് ഈ യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ലൈഫ് ഫോക്കസിന് ഏറെ സുപരിചിതനായ കേരള ഗവൺമെൻറ്റിൻ്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജെയിംസ് വർഗീസ് IAS ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം സാറേ, നമ്മൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകത്തിൽ അനേക യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെടിനിർത്തലിലൊക്കെ നിൽക്കുകയാണ്. എന്നാലും ആ യുദ്ധത്തിൻ്റെ പ്രതീതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് അനേക സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാർ ഏകദേശം 2 വർഷമാകാൻ പോകുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ബൈബിളിൻ്റെ കോണ്ടെക്സ്റ്റിൽ യുദ്ധങ്ങളെ എങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? ബൈബിളിൽ അനേക യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ. ആ യുദ്ധങ്ങളിൽ ചിലതൊക്കെയെങ്കിലും ദൈവം അനുവദിച്ച യുദ്ധങ്ങളായിരുന്നു. അവയ്ക്ക് എന്തോ പ്രത്യേക ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും ആ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, പുതിയ നിയമത്തിൽ ദൈവം യുദ്ധം അനുവദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ദൈവം യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. കാരണം കൃപയുടെ കാലമാണല്ലോ പുതിയ നിയമകാലം. അതുകൊണ്ട് തന്നെ അങ്ങനെ ദൈവികമായ യുദ്ധങ്ങളെന്ന് പറയത്തക്ക യുദ്ധങ്ങളൊന്നുമില്ല. അതേസമയം തന്നെ യേശുക്രിസ്തു താൻ മടങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് യുദ്ധത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പലരും യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുമ്പ്, അതായത് കർത്താവായ യേശുക്രിസ്തു വിശ്വാസികളെ അല്ലെങ്കിൽ സഭയെ ചേർക്കാനായിട്ട് വരുന്ന രഹസ്യ വരവിന് മുമ്പ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് ഒരടയാളമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് അല്ലെങ്കിൽ സഭയെ ചേർക്കാനുള്ള വരവിന് മുൻപായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അടയാളങ്ങൾ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, തൻ്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള വരവായിരിക്കും. അതിനു മുമ്പേ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കണം, എല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, മറ്റുള്ളവരെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് നയിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഈ എക്സ്പെക്റ്റേഷൻസൊക്കെയാണ് കർത്താവിൻ്റെ 2ാം വരവ് അങ്ങനെ രഹസ്യമായി വച്ചിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അവസാന വരവ് അല്ലെങ്കിൽ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്ന ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് വരുന്ന ഒരു പ്രത്യക്ഷതയുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്കും ന്യായം വിധിക്കുമായിട്ടൊക്കെ വരുന്ന ഒരു പ്രത്യക്ഷതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു കാര്യം, ഈ മത്തായിയുടെ സുവിശേഷം 24-ലൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് യെരുശലേമിൻ്റെ നശീകരണമാണ്. യെരുശലേമിനെ നശിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇക്കാര്യത്തിൽ 2 പ്രധാന പണ്ഡിതാഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും യെരുശലേം പട്ടണം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, റോമാക്കാർ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതിനോട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ചാണ്, അതിൻ്റെ അടയാളമായിട്ടാണ് കർത്താവ് അത് പറഞ്ഞിരിക്കുന്നതാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത അല്ലെങ്കിൽ യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ടും പിന്നീട് ന്യായവിധി നടത്താനായിട്ടൊക്കെ വരുന്ന ആ യേശുക്രിസ്തുവിൻ്റെ വളരെ മഹത്വത്തോടു കൂടിയുള്ള ആ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാകും എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു ന്യൂനപക്ഷം പറയുന്നുണ്ട്, അല്ല, ഇത് ഭാഗികമായിട്ട് 2 സംഭവങ്ങൾക്കും ബാധകമാണ്. AD 70 ദേവാലയം നശിപ്പിക്കുന്നതിനും ബാധകമാണ്, അല്ല അവസാനത്തെ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്കും ബാധകമാണ് എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട്. എന്തായാലും യുദ്ധങ്ങൾ ബൈബിള് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. കാരണം യുദ്ധത്തിൽ വിജയികളില്ല, 2 കക്ഷികളും തോൽക്കുകയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു കക്ഷിക്ക് മേൽക്കൈ കിട്ടുന്നു എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. 2 സ്ഥലങ്ങളിലും 2 വശങ്ങളിലും നശീകരണവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മരണവും ഒക്കെ സംഭവിക്കുന്നു. അതുപോലെ ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങളുണ്ടാകുന്നു.
അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൽ വിജയിയുണ്ടെന്ന് പറയാനായിട്ട് വിഷമമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രക്തം ചൊരിച്ചിലിനെ ദൈവം തീർച്ചയായിട്ടും അനുകൂലിക്കുന്നില്ല. അതേസമയം തന്നെ ഈ യുദ്ധങ്ങളൊക്കെ ലോകത്തിലുണ്ടെന്നുള്ള ഒരു വസ്തുതയുമാണ്. ഇപ്പം തന്നെ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, അതുപോലെ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഇന്ത്യയും ഒരു യുദ്ധത്തിൻ്റെയൊക്കെ നിഴലിലായിരുന്നു. അപ്പം യുദ്ധം ലോകത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അത് ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിലെ സംഭവങ്ങളുമായിട്ട് ദൈവിക പദ്ധതികളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ലോകത്തെപ്പോഴും സമാധാനത്തിൻ്റെ ഒരു പാത ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനുള്ള സംഘടനകളുണ്ട്. UN പോലുള്ള സംഘടനകളൊക്കെ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ അടിക്കടി ലോക രാജ്യങ്ങളിൽ ഇത്രയും ഇടനിലയിൽ ആൾക്കാർ നിന്നിട്ടും എന്തുകൊണ്ടാണ് ഈ യുദ്ധം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശരിയാണ്, നല്ല ചോദ്യമാണ്. എന്തിനാ യുദ്ധം? രണ്ടുപേരും പരാജയപ്പെടുന്നെങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധം? അതെ, ഒരു പക്ഷേ താൽക്കാലികമായിട്ടൊരു കക്ഷിക്ക് മേൽക്കൈ കിട്ടുന്നുണ്ടെങ്കിലും രണ്ടു കൂട്ടരും സഫർ ചെയ്യുക. അപ്പോൾ എന്തിനാണ് യുദ്ധം? ഒന്നാമതായിട്ട് മാനുഷികമായിട്ട് തന്നെ, മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു യുദ്ധത്തിനെ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ കായികമായിട്ട് പരാജയപ്പെടുത്തുന്നതിനെ ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതി മനുഷ്യനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമതായിട്ട് ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്. നമുക്ക് തന്നെ ഇപ്പം ഉക്രൈൻ വാർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഉക്രൈനിൽ നിന്നുള്ള വെള്ളം പ്രത്യേകിച്ച് ക്രീമിയ പോലുള്ള സ്ഥലങ്ങളിൽ ലഭിക്കാനായിട്ടും അതിനുവേണ്ടി ഉക്രൈനെ ആക്രമിച്ച് ഉക്രൈൻ്റെ ഒരു ഭാഗം പിടിച്ചടക്കാനുമായിട്ടൊക്കെയാണ് തീർച്ചയായിട്ടും റഷ്യ അതിന് മുതിർന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഈ റഷ്യയെ തന്നെ അനുകൂലിക്കുന്ന അനേക മറ്റു രാജ്യങ്ങളും അവരവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ യുദ്ധത്തിൽ അണിചേരുന്നത്. ഉദാഹരണം അമേരിക്ക ഈ അടുത്തിടയ്ക്ക് അവരുടെ റിസോഴ്സസിൽ എത്ര പെർസെൻറ്റേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതെ അതെ, അവിടുത്തെ മിനറൽസിൻ്റെ ഒക്കെ ഒരു നല്ല ഭാഗം അമേരിക്ക ഈ യുദ്ധത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് വാങ്ങാനുള്ള ഒരു കരാറിലും ഏറ്റുകഴിഞ്ഞു. ഈ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിലെ വളരെ സങ്കടകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ പ്രിൻസിപ്പിൾസിന് അല്ലെങ്കിൽ തത്വചിന്തയ്ക്കും തത്വശാസ്ത്രത്തിനും ഒരു വിലയില്ല. എൻ്റെ രാജ്യത്തിൻ്റെ നേട്ടം, സാമ്പത്തിക നേട്ടവും മറ്റ് നേട്ടങ്ങളും, അതിനപ്പുറമുള്ള ഒരു വിഷന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള യുദ്ധങ്ങളുടെയൊക്കെ പുറകിൽ പലപ്പോഴും ഇതുപോലെയുള്ള സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്. ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് വേണേൽ അതിനെ വിശേഷിപ്പിക്കാം. അതെ അതെ അതെ, തങ്ങൾ ഭരിക്കുമ്പം തങ്ങളുടെ രാജ്യത്ത് സമൃദ്ധി ഉണ്ടാക്കുക, അങ്ങനെ തങ്ങളുടെ ഭരണം സുസ്ഥിരമാക്കുക, തുടർന്ന് ഭരിക്കാൻ അവകാശം കിട്ടുക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. പല രാജ്യങ്ങളിലും അവരുടെ ജനപ്രീതി, പല രാജ്യങ്ങളിലും ഭരണാധികാരികളുടെ ജനപ്രീതികൾ കുറയുമ്പോൾ അവർ യുദ്ധത്തിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതാണൊരു തേർഡ് റീസൺ, അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട. അപ്പം ഇതും യുദ്ധത്തിലേക്ക് നയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും യുദ്ധം സങ്കടകരമായ ഒരു കാര്യമാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അപ്രതീക്ഷിതമായിട്ട് മരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുക. അപ്പോൾ തന്നെ ബൈബിളിൽ മത്തായി 24 പറയുന്ന നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. നേരത്തെയൊക്കെ നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പം ഈ യുദ്ധശ്രുതികൾ എന്നുള്ളത് നമുക്കത്ര മനസ്സിലാക്കാൻ ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഈ യുദ്ധശ്രുതി ലിറ്ററലി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ, ഇപ്പം യുദ്ധം വരും, അല്ലെ നാളെ യുദ്ധം ഉണ്ടാവും, എവിടെ നിന്ന് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ മത്തായി 24 തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം അവർ ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെങ്കിലും ഇപ്പോഴും കർത്താവിൻ്റെ വരവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അതായത് യേശുക്രിസ്തു 3 വിഷയങ്ങളാണ് ആ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ മന്ദിരത്തെ കാണിക്കുമ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയിൽ എന്നൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിൻ്റെ ലക്ഷണം എന്താണ്, ലോകാവസാനത്തിൻ്റെ ലക്ഷണം എന്താണ്? 3 ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. അതെപ്പോൾ സംഭവിക്കുന്നുള്ളതിനൊരു എംഫസിസ് കിട്ടുന്നില്ല, പലപ്പോഴും കിട്ടുന്നില്ല. നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്നുള്ളതാണ് എടുത്ത് ചിന്തിക്കുന്ന ഒരു. അതെ, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം ഈ അതെപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് വലിയൊരു ഫോക്കസ് ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ കർത്താവ് അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് പ്രധാനമായിട്ടും അതെപ്പോൾ സംഭവിക്കുന്ന സൂചനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ നശീകരണത്തെക്കുറിച്ചും യെരുശലേമിൻ്റെ പതനത്തെക്കുറിച്ചും ഒക്കെയാണ്. അത്
റോമാ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ യഹൂദന്മാരെ പീഡിപ്പിക്കുകയും കൊന്നുമുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതിൻ്റെ കാരണമായിട്ട് നമ്മൾ ബൈബിളിൽ കാണാൻ കഴിയുന്നത് ഇവർ പീലാത്തോസ് യേശുക്രിസ്തുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവർ പറയുന്നുണ്ട് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറയുന്നുണ്ട്. അവർ ചോദിച്ചു വാങ്ങിച്ച ഒരു ശിക്ഷയാണ്. വാസ്തവത്തിൽ അതിന് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു ശിക്ഷ ദൈവം കൊടുത്തതാണ് AD 70 ആ നശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. അത് വളരെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ഒരു വല്ലാത്ത കഷ്ടകാലമായിരുന്നു ആ സംഭവം എന്നുള്ളതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത് യേശുക്രിസ്തു ഇനിയും ഭാവിയിൽ താൻ രാജാതിരാജാവായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നൊരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. അതിനുശേഷമാണ് യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയും അതുപോലെ മനുഷ്യൻ്റെ ന്യായവിധിയും അന്ത്യന്യായവിധിയും ഒക്കെ നടത്തുന്ന കാലം. ആ വരവിന് മുമ്പേ നമുക്കറിയാം ഈ ലോകത്തിലൊരു 7 വർഷക്കാലം ഒരു വല്ലാത്ത മഹോപദ്രവത്തിൻ്റെ കാലം ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. പ്രത്യേകമായിട്ട് ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ട് ലോകജാതികൾ മുഴുവനും കൂടി ഇസ്രയേലിനെ ശരിക്കും ഞെരുക്കുകയും അവരിൽ അനേകരെ കൊന്നുമുടിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ സക്കറിയാ പ്രവചനം 13-14 അധ്യായങ്ങളിൽ വായിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതും ഫോക്കസിലുണ്ട്. അതിനോടനുബന്ധിച്ചും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും തീർച്ചയായിട്ടും കേൾക്കേണ്ടതായിരിക്കും. കർത്താവിൻ്റെ ആ വരവിനെയാണല്ലോ മഹത്വ പ്രത്യക്ഷ 1000 ആണ്ട് അതെ കാലത്തെ. അപ്പം അതിന് മുമ്പുള്ള ഒരു അടയാളമായിട്ടും ഇതിനെ കാണാം. എന്നാൽ ഈ യേശുക്രിസ്തു അതിനു മുമ്പേ രഹസ്യമായിട്ട് വരുന്ന ഒരു പതനത്തെക്കുറിച്ചുകൂടെ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരു ഘട്ടത്തെക്കുറിച്ചുകൂടെ ബൈബിള് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 1 തെസ്സലോനിക്കർ 4:15 മുതലുള്ള ഭാഗങ്ങളിലൊക്കെ അതാണ് വായിക്കുന്നത്. കർത്താവ് ആരും അറിയാതെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അത് തന്നിൽ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭയെ ചേർത്തുകൊള്ളുവാനായിട്ട് വരുന്ന ഒരു സമയമാണ്. അതിന് പ്രത്യേകമായിട്ട് അടയാളമൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇടയ്ക്കൊന്ന് കയറുകയാണ് ഈ തന്നിൽ വിശ്വസിക്കുന്നവർ അല്ലെ സഭ എന്നൊരു വാക്ക് പറഞ്ഞു. പൊതുവേ ക്രൈസ്തവരെല്ലാം തന്നെ കർത്താവിൻ്റെ വരവിനെ നോക്കി വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാ അല്ലെ ഇപ്പം പറഞ്ഞ ആ വരവിനെ. അതെ. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയെക്കുറിച്ചാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, നല്ല ചോദ്യമാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം, യേശുക്രിസ്തു മനുഷ്യരുടെ പാവങ്ങൾക്കായിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കുന്നവരെല്ലാം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ സഭയുടെ അംഗങ്ങളാകണമെന്നില്ല. നമ്മൾ ക്രൈസ്തവരെന്ന് പറയുന്നവരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ. അത് വളരെ രസകരമായ ഒരു യേശുവിന്റെ ക്രൂശുമരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതെല്ലാം ആഘോഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാ ക്രൈസ്തവര്. അപ്പൊ ക്രൈസ്തവ സഭ എന്നതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ? അത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്. പിശാച് ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ മുന്നിൽ വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം നോളജ് എന്ന് പറയുന്നതുകൊണ്ട് ഒരാളെ വ്യത്യസ്തനാക്കുന്നില്ല. അറിവ് കൊണ്ട് മാത്രം ഒരാൾ വ്യത്യസ്തനാകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു ദൈവമാണെന്നും ഉയർത്തെഴുന്നേറ്റെന്നും രണ്ടാമത് വരുമെന്നും ഒക്കെ അറിയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്കൊരു വ്യത്യാസം വരണമെന്നില്ല. അറിയുകയും ക്രൈസ്തവരായിട്ടുള്ളവരെല്ലാവരും തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ വിശ്വാസം നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതായത് ഒരു ആൾ വിശ്വസിക്കേണ്ട വിശ്വാസം ഇതാണ്, അല്ലെങ്കിൽ ബൈബിള് പറയുന്ന വിശ്വാസം ഇതാണ്: ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് യേശുക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് ദൈവവുമായിട്ട് ചെയ്യുന്ന ഒരു ഉഭയസമ്മതമാണ്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ മാത്രമാണ് സഭയുടെ അംഗങ്ങൾ. നമ്മൾ പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്താൽ, ഇസ്രയേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു. അവരിൽ പലരും വിഗ്രഹാരാധികളായിരുന്നു. അപ്പോൾ അവരൊന്നും വാസ്തവത്തിൽ ഇസ്രയേൽ സഭയുടെ അംഗങ്ങളല്ല എന്ന് പറഞ്ഞതുപോലെ ആധുനിക കാലത്തും യേശുക്രിസ്തുവിനെ അറിയുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു നല്ലവനാണെന്ന് വിശ്വസിക്കുന്നു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നു, മാനവജാതിയുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസമല്ല, അത് അറിവാണ്. വിശ്വാസം എന്ന് പറയുന്നത് സ്വയം ഒരു പേഴ്സണൽ വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടിയുമാണ്. അങ്ങനെയുള്ള ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടെന്നാണോ സാർ പറയുന്നത്? അതായത് ഇന്ന് നമ്മൾ സഭകളിൽ നിന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഈ സംഘടനകളിലും അല്ലെങ്കിൽ സമൂഹങ്ങളിലുമൊക്കെ അങ്ങനെ തീരുമാനമെടുത്ത അനേകരുണ്ട്. ഇവരെ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ ബൈബിള് പറയുന്നൊരു വാക്കാണ് സഭ എന്ന് പറഞ്ഞാൽ
ക്രിസ്തീയ വിശ്വാസത്തിൽ പോലും അല്ലാത്ത ചിലരും അതിൽ അംഗങ്ങളായിരിക്കും. അവർ യേശുക്രിസ്തു അവരുടെ രക്ഷകനാണെന്നും കർത്താവാണെന്നും അംഗീകരിച്ച് ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തവരാണ്. അവരെയല്ല ലോകമെങ്ങുമുള്ള ഇപ്പം ജീവിച്ചിരിക്കാത്തവർ പോലും ഉൾപ്പെടെയുള്ള അങ്ങനെ വിശ്വാസം ഉള്ള ആളുകളെ എല്ലാം ചേർത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് വിശ്വസിച്ചിരുന്ന എല്ലാവരെയും ചേർത്ത് വചനം ഉപയോഗിക്കുന്ന ഒരു പദമാണ് സഭ. അതുകൊണ്ട് ഇന്നുള്ള ഒരു പ്രത്യേക സഭ അവർ മുഴുവനായിട്ട് യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഇപ്പം കാണുന്ന ക്രൈസ്തവ സഭകളിൽ യേശുക്രിസ്തുവായിട്ട് വ്യക്തിപരമായ ഒരു വിശ്വാസ ബന്ധം അല്ലെ ഉടമ്പടിയിൽ ഏർപ്പെട്ടവരുമുണ്ട്, ഏർപ്പെടാത്തവരുമുണ്ട്. മാത്രമല്ല ചില സഭകളിൽ ഏർപ്പെട്ടവരുടെ എണ്ണം തുലവും കുറവുമാണ്. വ്യക്തിപരമായിട്ട് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ ഉടമ്പടി ദൈവവുമായിട്ട്, അതായത് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം യജമാനത്വം സ്വീകരിച്ച് ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അപൂർവം ചിലർ മാത്രമുള്ള സഭകളുമുണ്ട്. ഒരുപക്ഷെ ആരുമില്ലാത്ത സഭകളും ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ഇതിനെയൊന്നുമല്ല സഭയെന്ന് പറയുമ്പോൾ ബൈബിള് വിവക്ഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വസിക്കുന്നവരെല്ലാം ചേർത്ത് പറയുന്നൊരു പദമാണ് സഭ എന്നുള്ളത്. ആ സഭയെ ചേർക്കുവാൻ യേശുക്രിസ്തു ആരും അറിയാതെ വരുമെന്നാണ് ബൈബിൾ പറയുന്നത്. അതെ, അതിന് ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിന് പ്രത്യേക ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിച്ച് വന്നത്, അതിലേക്ക് മടങ്ങി വരാം. ഈ തുടർമാനമായ യുദ്ധങ്ങൾ നമ്മൾ നേരത്തെ ഓർപ്പിച്ച റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ ഏകദേശം 2 വർഷത്തോളമായി. ധാരാളം നാശനഷ്ടങ്ങൾ, ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തന്നെ സിവിലിയൻസ് ആയിട്ടുള്ള ഒത്തിരി പേര് മരിക്കുന്നു. അപ്പോൾ ഈ തുടർമാനമായ ഇങ്ങനെ യുദ്ധങ്ങളിൽ ഈ രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും ഒക്കെ എന്ത് പാടാണ് പഠിക്കേണ്ടത്? കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അത്യാഗ്രഹങ്ങൾ, നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യ ജീവനും സ്വത്തും ഒക്കെ ബലിയാടാവുകയാണ്. ഇതിനൊരു അറുതി ആവശ്യമല്ലേ? ഇതിൽ നിന്ന് മനുഷ്യർ പാഠം പഠിക്കുമോ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ അങ്ങനെ പാഠം പഠിക്കുന്ന ഒരു രീതി നമ്മളെങ്ങും കാണുന്നില്ല. ഒന്നാം ലോകമഹായുദ്ധം വളരെ വല്ലാത്തൊരു യുദ്ധമായിരുന്നു. 1914 ആരംഭിച്ച് 6 വർഷത്തോളം തുടർന്ന വളരെ ഭീകരമായൊരു യുദ്ധമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 25-30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത യുദ്ധത്തിനുള്ള, 2ാം ലോകയുദ്ധത്തിനുള്ള ഒരു കൂട്ടുകൾ ആരംഭിച്ചു. വളരെ ഭീകരമായിട്ടുള്ള ഒരു 7 കോടി ആളുകളാണ് നേരിട്ട് യുദ്ധത്തിൽ മരിച്ചത്. ഒരു പക്ഷേ ആ യുദ്ധത്തിൻ്റെ കെടുതികൾ കാരണവും പട്ടിണി കാരണമൊക്കെ മരിച്ച അനേകം കൂടുതൽ കാണും, അതിലധികം കാണും. അപ്പം മനുഷ്യനങ്ങനെ പഠിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, മനുഷ്യർ പാപികളാണ്. ഈ ലോകത്തിൻ്റെ ഇങ്ങനെയുള്ള പോളിസികളൊക്കെ നിശ്ചയിക്കുന്നവരാരും വാസ്തവത്തിൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ചവരോ അങ്ങനെ ആത്മീയ വീക്ഷണമോ ഉള്ളവരോ അല്ല. ചിലപ്പോൾ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തെയൊക്കെ കൂട്ടുപിടിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ ശരിക്കും അങ്ങനെ ഒരു സമർപ്പിതരായിട്ടുള്ളൊരു കൂട്ടരാകാൻ ഒരു സാധ്യതയുമില്ല. അപ്പം ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഡെല്യൂഷനുണ്ട്, ഒരു മായയിലാണ് അവർ. നമ്മൾ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അതിൻ്റെ 12 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു സിൻ ചെയ്യുന്ന ആൾ എപ്പോഴും ഒരു ഡെല്യൂഷനില്ല. പാപം ചെയ്യുന്നവരൊക്കെ ഒരു മായയിലാണ്, ഒരു ഡെല്യൂഷനിലാണ്. നമ്മൾ ഇപ്പം കാണുന്നുണ്ടല്ലോ, അനേക കൊലപാതകങ്ങളെല്ലാം പിടിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഓരോരുത്തരും വിചാരിക്കുന്നത്, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കും, ഞാൻ ക്യാമറയൊക്കെ വെട്ടിച്ച് ഞാൻ എങ്ങനെയുമൊക്കെ രക്ഷപ്പെടും, എന്നെ പിടിക്കത്തില്ല, ബാക്കിയുള്ളവരെയൊക്കെ പിടിച്ചാലും എന്നെ പിടിക്കത്തില്ല. അതാണ് വാസ്തവത്തിൽ ആ ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഫറവോൻ്റെ കാര്യത്തിലും അത് നമ്മൾ കാണുന്നുണ്ട്. 10 ബാധകൾ വന്ന് അങ്ങ് അടിഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവരുടെ പിന്നാലെ പോയി നശിക്കാനായിട്ട് പോവുക. അതൊരു ഡെല്യൂഷനാണ്, ഒരു മായയാണ്, ഒരു മായചിന്തയാണ്. ഇത് ഈ യുദ്ധത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ട്. പാപം ചെയ്യുന്നവരെല്ലാം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പം കുറേ നാശനഷ്ടം വന്നു, കുറേ കാശൊക്കെ പോയി, ഞങ്ങളുടെ ആളുകൾ കുറേ പേര് മരിച്ചു. എങ്കിലും ആത്യന്തികമായിട്ട് എപ്പോഴെങ്കിലും ഒരു നേട്ടം കിട്ടും എന്നുള്ളൊരു എന്തോ ഒരു പ്രതീക്ഷ, ആ മായയിലാണ് അവർ വീണ്ടും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ അവരുടെ ജഡികത്വം, എങ്ങനെയെങ്കിലും ആളുകളെ ഓവർ പവർ ചെയ്ത് വലിയ ആളുകളാകുക. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ദുരാഗ്രഹങ്ങൾ, പിന്നെ രാഷ്ട്രീയമായ ചില അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി വരുമ്പോൾ മനുഷ്യനങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് അങ്ങ് വീഴ്ത്തപ്പെടുക, അങ്ങ് വീണു പോവുക യുദ്ധത്തിലേക്ക്. അങ്ങനെ അനേകായിരങ്ങൾ മരിക്കുകയും ദുഃഖവും കണ്ണീരും ഒക്കെ വരിക. മാത്രമല്ല സുവിശേഷം ഇത് ചെന്നെത്താനും ഇത് പലപ്പോഴും ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പല ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ സുവിശേഷീകരണം വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മരിച്ചു പോകുന്ന അനേകരും ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു നിത്യതയിലേക്ക് കടന്നു പോവുകയുമാണ്. അതിനൊരു കാരണമാണ് യുദ്ധം. ഏതായാലും യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും പോസിറ്റീവ് കാര്യമല്ല, തീർച്ചയായിട്ടും അല്ല. ലോകത്തിൽ സമാധാനം ഉടലെടുക്കട്ടെ.
എന്നാൽ യുദ്ധത്തിൻ്റെ മധ്യത്തിലും ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ? കാരണം യുദ്ധവും നടക്കുമ്പോൾ തന്നെ എവിടെ ഒരു ശാശ്വതമായ ഒരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത്രയും ടെൻഷൻ നമുക്കില്ല. പക്ഷെ യുദ്ധത്തിൻ്റെ ഭീതി അനുഭവിക്കുന്ന ചില സംസ്ഥാനങ്ങൾ, ജില്ലകൾ, അല്ലെ മറ്റ് രാജ്യങ്ങളുടെ ബോർഡറുകൾ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ ഒരു പീസ് എന്നൊരു തിങ്കിങ്ങിലേക്ക് വരാൻ എന്തെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ടൊരു മാർഗം? ഈ നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞു വായിക്കുന്നുണ്ട്, അവർ സമാധാനമെന്ന് നിർഭയം എന്ന് പറയുമ്പോൾ നാശം വന്ന് ഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഈ യുദ്ധവും പ്രയാസങ്ങളും കോൺഫ്ലിക്ട്സും ഒക്കെ നിറഞ്ഞ, സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞ ഈ അവസ്ഥയ്ക്ക് ഈ ലോകത്തിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് കഴിയില്ല. ഇപ്പം യുണൈറ്റഡ് നേഷൻസിനെ തന്നെ നോക്കിക്കുക, വെറും ഒരു മാപ്പ് സാക്ഷിയായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു പ്രസ്താവനയിലൊക്കെ അവരുടെ റോൾ അവസാനിപ്പിക്കുക. അപ്പം അതേ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ ഒരു അവസാനം വരണമെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂവരണം ഏറ്റെടുക്കണം. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു സമയ പട്ടിക, സമയക്രമം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതായത് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പിൽ ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, അനേകരുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് വിശ്വസിക്കുന്നവർക്കൊക്കെ പാപമോചനം കിട്ടുന്നു. അങ്ങനെ പാപമോചനം പ്രാപിച്ചവരായിട്ടുള്ള അനേക ജനങ്ങൾ ഈ ലോകത്തുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടത്തിലും ഒക്കെയുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത പദ്ധതി, അതായത് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കുക എന്നുള്ളതിന് യേശുക്രിസ്തുവിനൊരു സമയമുണ്ട്. അത് ഈ ലോകത്തിലുള്ള അനേകായിരങ്ങൾ വിശ്വസിച്ച് കർത്താവിലേക്ക് വന്ന് കാത്തിരിക്കുകയാണ്. ആ ഒരു സമയം ആകുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും തൻ്റെ മക്കളെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാനായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രയേലിനെ ദൈവം കൈകാര്യം ചെയ്യുന്നത്. ഒരു 7 വർഷക്കാലം അവർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക മാത്രമല്ല, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അവർ വളരെ റിബല്യസ് ആണ്, അവർ വളരെ മത്സരികളാണ്. അപ്പോൾ അവർ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ തക്കവണ്ണമാണ് പിന്നീടുള്ള ഒരു 7 വർഷത്തെ മഹോപദ്രവകാലം ദൈവം അനുവദിക്കുന്നത്. ആ മഹോപദ്രവകാലം കഴിയുമ്പോഴാണ് അവർ കുത്തിവെങ്കിലേക്ക് നോക്കാനായിട്ട് പോകുന്നത്. അവരൊരു കുലമായിട്ട്, യഹൂദന്മാർ മുഴുവനായിട്ട് കർത്താവിലേക്ക് നോക്കി, യേശുവെ, ഞങ്ങൾ അങ്ങേ ക്രൂശിച്ചത് തെറ്റായിപ്പോയി. വാസ്തവത്തിൽ ഞങ്ങൾ പാപികളായിരുന്നുകൊണ്ടാണ് അങ്ങേ ക്രൂശിച്ചത്, ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് അവരെല്ലാം കുലമായിട്ട് സമ്മതിക്കാൻ പോകുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിയായിട്ടുള്ള 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഒരു പക്ഷെങ്കിൽ ആദാമിനൊക്കെ 1000 ആണ്ട് ദൈവം കൊടുത്തിരുന്നു. അതിനുശേഷം എന്തായിരുന്നു പദ്ധതി എന്നൊന്നും നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു 1000 ആണ്ടാണ് അവർക്ക് കൊടുത്തിരുന്നത്. എന്നാൽ പാപത്തിൻ്റെ ആധിക്യം മൂലം അത് കുറഞ്ഞു വന്നു. നോഹയുടെ കാലത്ത് ദൈവം പറയുന്നുണ്ട് ഇനി 120 വർഷമാകും. അപ്പോൾ അങ്ങനെ വലിയൊരു നഷ്ടം വന്നു. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് 1000 ആണ്ട് ദൈവം റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ മടക്കി കൊടുക്കണം. അതിനുവേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ദൈവം ഒറിജിനലായിട്ട് വിഭാവനം ചെയ്ത തൻ്റെ പദ്ധതി പരാജയപ്പെടുന്നില്ല. പകരം ലോകത്തിലെ സകല വിശ്വാസികൾക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു 1000 ആണ്ട് വർഷം ഈ ഭൂമിയിൽ ഒരുക്കി കൊടുക്കുക. ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗം കൂടെ, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരിക ദൈവം. മാത്രമല്ല അതിനു മുമ്പുള്ള ഈ കാലഘട്ടം അപ്പോൾ എന്തിനാണ്? ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ഒരു വിശ്വസ്തരാണെന്ന് തെളിയിച്ച് അവർക്ക് പ്രതിഫലം നേടുവാനുള്ള ഒരു ഇടയന്ത്രാളമാണ്, അവസരമാണ് നമുക്കിപ്പം ലഭിക്കുന്നത്. ഇതെല്ലാം വളരെ യുക്തിസഹമായിട്ട് ലോകത്തിലെ ഏത് മനുഷ്യനും മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ദൈവിക പരിപാടിയാണ്. ഇടയ്ക്ക് അത് പറഞ്ഞതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ കേവലം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോടൊപ്പം പോവുക മാത്രമല്ല, ഈ ഭൂമിയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ജീവിച്ച് പ്രതിഫലം വാങ്ങിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. അതെ, അതിനുള്ളൊരു അവസരം, പ്രാധാന്യമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും വിശ്വാസികൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പരീക്ഷകളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. ഇതൊക്കെ വരുമ്പോൾ വിശ്വാസികൾ ചിന്തിക്കും എന്താ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയുമാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് വിശ്വസ്തരായിരുന്ന് നല്ല ജീവിത വിശുദ്ധി പ്രാപിച്ച് മറ്റനേകരെ യേശുക്രിസ്തുവിലേക്ക് നയിച്ച് അങ്ങനെ പ്രതിഫലം നേടുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, ഒരു സാധ്യതയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കുള്ള പല സംശയങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. യുദ്ധം ഒരിക്കലും നല്ലതിനല്ല. അത് നാശനഷ്ടങ്ങളുണ്ടാക്കും, അനേകരുടെ ജീവൻ നഷ്ടപ്പെടുത്തും. എന്നാൽ ശാശ്വതമായ സമാധാനം യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. തുടർന്ന് നമ്മൾ ചില വിഷയങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി.